Assalamu Alaikum. Hi my children. How are you all? Are you fine there? Did you study well? Okay. Today we can continue the chapter solids, liquids and gases. First we can say the dua Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. നമ്മളിങ്ങനെ എക്സാമൊക്കെ അടുത്ത് വരുവാണ് അല്ലേ. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ നന്നായിട്ട്. അപ്പം നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണിത്, സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പോർഷൻ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്കിന്ന് പഠിക്കാം. അതായത് മെൽറ്റിംഗ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഓടിച്ച് പറഞ്ഞിരുന്നു അല്ലേ, മെൽറ്റിംഗ് എന്താണെന്ന്. എന്താണ് മെൽറ്റിംഗ്? വാട്ട് ഇസ് മെൽറ്റിംഗ്? എനിവൺ ക്യാൻ സേ? When we heat ice, it changes into water. This process is called melting. അതായത് ഐസ് എന്താവുന്നു? വാട്ടർ ആവുന്നു അല്ലേ. അതായത് എപ്പോഴാണ് ഹീറ്റ്, അതായത് നമ്മൾ ചൂടാക്കണമെന്നല്ല പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി, എന്താവും, ഈ ഐസ് മെൽറ്റായിട്ട് എന്താവുന്നു? വാട്ടർ ആവുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് മെൽറ്റിംഗ്. അപ്പോൾ എന്താണ് മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ? When we heat ice, it changes into water. This process is called melting. എന്താണ് മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ? When we heat ice, it changes into water. This process is called melting. ഇപ്പോൾ മെൽറ്റിംഗ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ? ഈ വാട്ടർ, ഇതിപ്പം ഫസ്റ്റ് മെത്തേഡാണ്, എന്താണ്, മെൽറ്റിംഗ്. സെക്കൻഡ് വൺ എന്താണ്? ഈ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വാട്ടറിനെ നമ്മൾ വീണ്ടും ചൂടാക്കുവാണ്. വെൻ വി ഹീറ്റ് വാട്ടർ, ഈ വാട്ടറിനെ ചൂടാക്കിയാൽ എന്ത് പറ്റുന്നു? ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പർ. ദിസ് പ്രോസസ് ഈസ് കോൾഡ്, എന്താണ്, ദിസ് പ്രോസസ്സിനെ എന്താണെന്ന് പറയുന്നത്? ഇവാപ്പറേഷൻ. എന്താണ്? ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ. ഇപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? മെൽറ്റിംഗ് ആണ്. മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ വി ഹീറ്റ് ഐസ്, ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ. ദിസ് പ്രോസസ് ഇസ് കോൾഡ് മെൽറ്റിംഗ്. അതായത് നമ്മളൊന്നും ഓർക്കേണ്ട, നമ്മൾ ഐസിനെ എന്ത് ചെയ്യുന്നു? റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ അതെന്താവുന്നു? മെൽറ്റായി. ഓൾറെഡി അത് മെൽറ്റായിട്ട് എന്താവുന്നു? വാട്ടർ ആവുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് മെൽറ്റിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നീട് എന്താണ്? ഇവാപ്പറേഷൻ. നമ്മൾ കുറച്ച് വാട്ടർ എടുക്കുന്നു, നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അപ്പോഴെന്ത് പറ്റുന്നു? വാട്ടർ വേപ്പറായിട്ട് മാറുന്നു. അതായത് നീരാവിയായിട്ട് പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇല്ലേ. അപ്പോൾ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇവാപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വെൻ വി കൂൾ ഡൗൺ ദിസ് വാട്ടർ വേപ്പർ, അതായത് നമ്മൾ ചൂടാക്കിയിട്ട് നമ്മളൊരു ലിഡ് വെച്ച് അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് നമുക്ക് കുറേ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ കാണാൻ പറ്റുന്നു. അപ്പോൾ എന്താണ്? വെൻ വി കൂൾ വാട്ടർ വേപ്പർ, ഈ വാട്ടർ വേപ്പറിനെ നമ്മൾ തണുപ്പിച്ചാൽ, അതായത് ആ നീരാവിയെ തണുപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇറ്റ് ഫോംസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? വാട്ടർ വേപ്പർ, ഈ വാട്ടർ വേപ്പറിനെ കൂളാക്കുന്നു. അപ്പോഴെന്ത് പറ്റുന്നു? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആവുന്നു. ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. വെള്ളത്തുള്ളികളെ നമുക്ക് കാണാൻ പറ്റൂലേ. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നു. കണ്ടൻസേഷൻ. ഓക്കെ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐസിനെ നമ്മൾ ഹീറ്റ് ചെയ്തു, വാട്ടർ ആക്കുന്നു. ആ പ്രോസസ്സാണ് മെൽറ്റിംഗ്. പിന്നീട് എന്ത് ചെയ്യുന്നു? ഈ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. ആ ഒരു പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. ദെൻ വാട്ടർ വേപ്പർ കൂൾ ചെയ്യുന്നു, തണുപ്പിക്കുമ്പോൾ എന്ത് പറ്റുന്നു? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആവുന്നു. ദിസ് പ്രോസസ് ഇസ് കോൾഡ് കണ്ടൻസേഷൻ. പിന്നീട് എന്താണ്? ഈ ഈ വാട്ടറിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഫ്രീസ് ചെയ്യുന്നു. വെൻ വി ഫ്രീസ് വാട്ടർ, ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ഐസ്. നമ്മൾ വാട്ടർ എടുക്കുന്നു. ഇത് തേർഡ് പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ഫോർത്ത് പ്രോസസ്സ് എന്താണ്? വാട്ടറിനെ നമ്മൾ ഫ്രീസ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ബിക്കം ഐസ്.
അത് നമ്മൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. നമ്മൾ കുറച്ച് വാട്ടർ എടുത്ത് നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രീസറിലോട്ട് വെക്കുന്നു. ദെൻ വി ഗെറ്റ് ഐസ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഫ്രീസിങ്. അതായത് വാട്ടർ ചേഞ്ചായി ഐസ് ആവുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, ഫ്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായല്ലോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു സിമ്പിൾ ഫോം പഠിച്ചിരുന്നു. there are mainly 4 processes. What are they? Melting, then evaporation, then condensation, then freezing. Okay, classify these materials as solids, liquids and gases. Page number 111. All of you take your EVS textbook and listen there. നമുക്ക് കുറച്ച് മെറ്റീരിയൽസിൻ്റെ നെയിം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. എന്തായിട്ടാണ്? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, അതോ ഗ്യാസ് ആണോ എന്നുള്ളതാണ് അവിടെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. First one, pencil. Is it a solid, liquid or a gas? പെൻസിലാണ്. പെൻസിലിന് എന്താണ്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. പിന്നീട് എന്താണ്, അതിനൊരു വെയിറ്റും ഉണ്ട് അല്ലേ. അതിനെ നമുക്ക് തൂക്കിയാൽ അതിന് നല്ല വെയിറ്റും നമുക്ക് തോന്നും. അങ്ങനെയുള്ള വസ്തുതകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, സോളിഡ് എന്ന് വിളിക്കുന്നത്. അപ്പം പെൻസിൽ ഇറ്റ് ഈസ് എ സോളിഡ് ആണ് അല്ലേ. പെൻസിൽ ഈസ് എ സോളിഡ്. നെക്സ്റ്റ് വൺ, ഹണി. അപ്പോൾ ഹണി എന്താണ്, ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ? ഹണി ഈസ് എ ലിക്വിഡ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, ഹണിക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. നമ്മൾ ഏതാണ് പാത്രത്തിലാണോ വെക്കുന്നത് അതിൻ്റെ ഷേപ്പ് കാണിക്കുന്നു. അതാണ് എന്താണ് നമ്മൾ പറഞ്ഞത്, ലിക്വിഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഹണി. ഹണി ഈസ് എ ലിക്വിഡ് ഇല്ലേ. നെക്സ്റ്റ് വൺ, മിൽക്ക്. ഇറ്റ് ഈസ് ഓൾസോ എ ലിക്വിഡ് ഇല്ലേ, മിൽക്ക്. നെക്സ്റ്റ് വൺ, കോട്ടൺ. കോട്ടൺ എന്താണ്, സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? ദിസ് കോളം, കോട്ടൺ ഈസ് ഓൾസോ എ സോളിഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറേസർ. ഇറേസർ എന്താണ്, സോളിഡ് ആണ്. ഓക്കെ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ എന്താണ്, ദാറ്റ് ഇസ് എ ഗ്യാസ്. വി കനോട്ട് സീ വിത്ത് അവർ ഐസ് അല്ലേ. ഗ്യാസിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, അതൊരു ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെൽറ്റഡ് ഐസ്ക്രീം. അപ്പോൾ ഐസ്ക്രീം എന്താണ്, നല്ല ഐസായിട്ടിരിക്കും, പക്ഷേ അത് മെൽറ്റായി. അപ്പോൾ അതെന്താണ്, ദാറ്റ് ഇസ് എ ലിക്വിഡ്. മെൽറ്റഡ് ഐസ്ക്രീം. മെൽറ്റഡ് ഐസ്ക്രീം ഇസ് എ ലിക്വിഡ്. നെക്സ്റ്റ് വൺ, എയർ. എയർ എന്താണ്, എയർ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ എന്താണ്, എയർ ഈസ് ഓൾസോ എ ഗ്യാസ്. ദെൻ ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഈസ് എ സോളിഡ്. ദെൻ ആപ്പിൾ. ആപ്പിൾ ഈസ് ഓൾസോ എ സോളിഡ് ആണ് അല്ലേ. ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് and it can weigh. Then water vapor. Water vapor എവിടെയാണ്, water vapor is also a gas. Okay, are you right? Then pencil, cotton, eraser, ചോക്ലേറ്റ്, ആപ്പിൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പുള്ള വസ്തുതകളെല്ലാം എന്താണ്, സോളിഡ് ആണ്. ദെൻ ഷേപ്പില്ല, ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്ന വസ്തുതകൾ എന്താണ്, ലിക്വിഡ് ആണ്. ഹണി, മിൽക്ക്, ദെൻ മെൽറ്റഡ് ഐസ്ക്രീം. ഓക്കെ, ഗ്യാസിൻ്റെ നെയിമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, എയർ ആൻഡ് വാട്ടർ വേപ്പർ. ഓക്കെ, നെക്സ്റ്റ് പേജ് വി ക്യാൻ ഗോ. ഫ്ലോട്ട് ആൻഡ് സിങ്ക്. എന്താണ് ഫ്ലോട്ട് ആൻഡ് സിങ്ക്? നമ്മൾ എന്ത് ചെയ്യണം, ഇതെന്താണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഫ്ലോട്ട് ആൻഡ് സിങ്ക്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം, ടേക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ. എല്ലാവരും വീട്ടിൽ ഒരു ബക്കറ്റ് വാട്ടർ എടുക്കുക. ബക്കറ്റ് നിറയെ വേണ്ട, ബക്കറ്റിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വാട്ടർ എടുക്കുക. ദെൻ യു പുട്ട് സം തിങ്സ് ഇൻ ദ ബക്കറ്റ്. കുറച്ച് വസ്തുതകൾ, നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി എന്ത് ചെയ്യണം, ആ വാട്ടറിനകത്ത് ഇട്ട് നോക്കണം. അപ്പോൾ എന്ത് പറ്റും,
എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? വെള്ളത്തിന് അടിയിലാവും അല്ലേ? വെള്ളത്തിൽ താന്നു പോകും. കുറച്ച് വസ്തുതകളോ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും ഇല്ലേ? കുറച്ച് വസ്തുതകളോ, ഇപ്പോൾ പേപ്പർ പോലുള്ള വസ്തുതകളാണെങ്കിൽ എന്ത് പറ്റും? ഫസ്റ്റിലേ അങ്ങ് താന്നു പോവോ? ഇല്ല. ആദ്യം വെള്ളത്തിനകത്ത് വീണിട്ട് അതിങ്ങനെ വെള്ളമെല്ലാം അബ്സോർബ് ചെയ്യില്ലേ? ആ വെള്ളത്തിനെ പതുക്കെ ആ പേപ്പർ ഇങ്ങനെ വലിച്ചെടുക്കും. അവസാനം എന്ത് പറ്റും? വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അതും വെള്ളത്തിനടിയിലോട്ട് പോകും. ഓക്കെ. അപ്പം ആൻ ഒബ്ജക്റ്റ് മേ എയ്തർ സിങ്ക് ഓർ ഫ്ലോട്ട് ഇൻ എ ലിക്വിഡ്. ഏതൊരു വസ്തു എന്ത് പറ്റുന്നു? എയ്തർ സിങ്ക് ഓർ ഫ്ലോട്ട് ഇൻ എ ലിക്വിഡ്. ഏതൊരു ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ പൊങ്ങിക്കിടക്കും, അതല്ലെങ്കിൽ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്ന്ന് പോകും ഇല്ലേ? അപ്പം ഒബ്ജക്റ്റ് വിച്ച് റിമെയിൻ ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ്സ് ആർ സെറ്റ് ടു ഫ്ലോട്ട്. ഇപ്പം എന്താണ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റ് which remain on the surface of liquid are set to float. അങ്ങനെയുള്ള വസ്തുതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ്? ആൻ ഒബ്ജക്റ്റ് വിച്ച് റിമൈൻ ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ്, അതായത് വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന വസ്തുതകളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫ്ലോട്ട് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ഒബ്ജക്റ്റ് വിച്ച് സെറ്റിൽ ബിലോ ദ സർഫസ് ഓഫ് ലിക്വിഡ്സ് ആർ സെറ്റ് ടു സിങ്ക്. അപ്പം എന്താണ്? സർഫസ് ഓഫ് വാട്ടറിന് ബിലോ ആണെങ്കിൽ, സർഫസ് ഓഫ് ലിക്വിഡ് ബിലോ, വെള്ളത്തിന് അടിയിലാണ് ആ വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? സിങ്ക് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ആൻ ഒബ്ജക്റ്റ് വിച്ച് റിമൈൻ ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ് വി ക്യാൻ സേ ഫ്ലോട്ട്. ആൻ ഒബ്ജക്റ്റ് വിച്ച് റിമൈൻ ബിലോ ദ സർഫസ് ഓഫ് ലിക്വിഡ് വി ക്യാൻ സേ സിങ്ക്. ഓക്കെ. എന്താണ് ഫ്ലോട്ട്, എന്താണ് സിങ്ക് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എബോവ് ദ വാട്ടർ, സർഫസ് ഓഫ് വാട്ടർ ആണെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് എ ഫ്ലോട്ട്. ആൻഡ് ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ ആണെങ്കിലോ എന്താണ്? സിങ്ക്. ഓക്കെ. സോളിഡ്സ് ഫ്ലോട്ട് ഓർ സിങ്ക് ഡിപ്പെൻഡിങ് ഓൺ ദെയർ വെയിറ്റ്. അപ്പം നമുക്കൊരു, ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എന്താണ്, ഒരു ഇറേസർ എടുക്കാം. ഒരു ബക്കറ്റ് വാട്ടർ എടുത്തിട്ട് ആ ഇറേസർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എന്ത് പറ്റുന്നു? ദാറ്റ് വിൽ ബി സിങ്ക് അല്ലേ? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? വെയിറ്റ് കൊണ്ട് അത് താന്ന് പോകുന്നു. ഓക്കെ. അയൺ, നമുക്കൊരു ഇരുമ്പ് കഷ്ണം എടുക്കാം. ദെൻ നെയിൽസ്, ദെൻ സ്റ്റോൺസ്, ദെൻ സ്പൂൺസ്, soap, needles, coins, keys and wet clothes are a few things which sink in water. അപ്പോൾ വെള്ളത്തിനകത്ത് സിങ്കായി പോകുന്ന വസ്തുതകൾ ഏതൊക്കെയാണ്? അയൺ, നെയിൽ, ദെൻ പെൻസിൽ, ഇറേസർ, സ്റ്റോൺ, സ്പൂൺ, നീഡിൽ, കോയിൻസ്, കീസ് എക്സെട്ര ദാറ്റ് വിൽ ബി സിങ്ക് ഇൻ ദ വാട്ടർ. ഓക്കെ. എല്ലാവരും ആ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ദെൻ പ്ലാസ്റ്റിക് ബോട്ടിൽ, നമുക്ക് ഇതേ വാട്ടർ, വേറൊരു ബക്കറ്റിൽ വാട്ടർ എടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ട് കൊടുക്കാം. അത് വെള്ളത്തിനകത്ത് ഫ്ലോട്ട് ആവുമോ? അതോ സിങ്ക് ആവുമോ? ദാറ്റ് വിൽ ബി ഫ്ലോട്ട് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ അല്ലേ? ദെൻ പ്ലാസ്റ്റിക് ബ്ലോക്സ്, വെയിറ്റ് ഇല്ലാത്ത ബ്ലോക്കുകളുണ്ടല്ലോ അത്. ദെൻ പേപ്പർ ബോട്ട്, പേപ്പർ ബോട്ടൊക്കെ കുറച്ച് നേരമേ പൊങ്ങിക്കിടക്കുള്ളൂ. പിന്നെ എന്താണ്? വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? അതങ്ങ് സിങ്കായി പോകുന്നു. ഓക്കെ. സ്മോൾ വുഡൻ സ്റ്റിക്സ്, ചെറിയ എന്താണ്, കമ്പ് കൊള്ളികളൊക്കെ ഇടുക. തീപ്പെട്ടി കമ്പുകളൊക്കെ നമുക്ക് ഇട്ട് നോക്കാം. ഫെദേഴ്സ്, തൂവല്, ട്വിക്സ്, ആൻഡ് ഡ്രൈ ലീവ്സ് ആർ എ ഫ്യൂ തിങ്സ് ദാറ്റ് ഫ്ലോട്ട് ഇൻ വാട്ടർ. ഇപ്പം എന്താണ് ഇത്? നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് സിങ്ക് ആണോ ഫ്ലോട്ട് ആണോ എന്നുള്ളത് എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കണം. ഹവർ സെർട്ടൺ ഒബ്ജക്ട്സ് സച്ച് ആസ് ടിഷ്യൂ പേപ്പർ, ക്ലോത്ത്, കോട്ടൺ ആൻഡ് സ്പോഞ്ച് ഫ്ലോട്ട് ഫോർ സം ടൈം വെൻ പ്ലേസ്ഡ് ഇൻ വാട്ടർ. കുറച്ച് വസ്തുതകൾ, അതായത് കോട്ടൺ, ദെൻ സ്പോഞ്ച് എക്സെട്ര, വെൻ വി ഡിപ്പ് ഇൻ വാട്ടർ ഇറ്റ് വിൽ ബി ഫ്ലോട്ട് ഫോർ സം ടൈം. കുറച്ച് സമയം വെള്ളത്തിനകത്ത് ഫ്ലോട്ട് ആവും. പിന്നീട് എന്ത് ചെയ്യും? ലേറ്റർ ആസ് ദേ അബ്സോർബ് വാട്ടർ ദേ ബിക്കം ഹെവി ആൻഡ് സിങ്ക്. പിന്നീട് എന്ത് പറ്റുന്നു? അത് വെള്ളത്തിനകത്ത് സിങ്കായി പോകുന്നു. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പം നമ്മുടെ ഈ ഒരു ലെസൺ കഴിഞ്ഞിരിക്കുകയാണ്. ദർ ഇസ് വൺ ആക്ടിവിറ്റി ഇൻ പേജ് നമ്പർ 113. നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കോളം എ ആൻഡ് കോളം ബി മാച്ചിങ് ആണ്. വെൻ എ ഫെദർ ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ ഇറ്റ്, ഒരു ഫെദർ എടുത്ത് എന്ത് ചെയ്യുന്നു? വാട്ടറിനകത്ത് ഇടുമ്പോൾ എന്ത് പറ്റുന്നു? ഇറ്റ് വെയിറ്റ് ആണോ, സിങ്ക് ആണോ, ഫ്ലോട്ട് ആണോ? ഇറ്റ് ഫ്ലോട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ മാച്ച് ടു തേർഡ് വൺ. ഓക്കെ.
Second one, things either float or sink depending on their dash. ഒന്നുകിൽ ഫ്ലോട്ട് ചെയ്യും അല്ലെങ്കിൽ സിങ്ക് ചെയ്യും. അത് എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദെയർ വെയ്റ്റ്. അപ്പോൾ സെക്കൻഡ് വൺ വി ക്യാൻ മാച്ച് ടു ഫസ്റ്റ് വൺ. ഓക്കെ. ഹെവി തിങ്സ് യൂഷ്വലി ഡാഷ്. വെയിറ്റ് ഉള്ള വസ്തുതകൾ എപ്പോഴും എന്താവും? സിങ്ക് ആണ്. അപ്പം തേർഡ് വൺ മാച്ച് ടു സെക്കൻഡ്. ഓക്കെ. ഓൾ ഓഫ് യു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് വെൽ ആൻഡ് സ്റ്റഡി വെൽ. ഇൻഷാല്ലാ we can meet in the next class. Assalamu Alaikum wa rahmatullahi wa barakatuh.